season is the third Sunday. നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. Every Sunday we are remembering different episodes of healing ministry. നമ്മുടെ സൗഖ്യദാനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളെയാണ്. തന്റെ ശുശ്രൂഷയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച ദൈവവചന ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടാകും. ജീസസ് നെവർ ഡിഡ് എനി മിറക്കിൾ ഫോർ ദ പബ്ലിസിറ്റി. ഇന്ന് വാസ്തവത്തിൽ quite often we see more publicity for these types of ministries. 10 പേരെ സൗഖ്യമായിട്ട് പറഞ്ഞു, നീ ആരോടും മിണ്ട. പ്രവീക്കുരുടെ സൗഖ്യം, don't tell anybody. And this was a strict instruction given by God. He never did any sort of miracle or any sort of activity for the sake of publicity. The modern church definitely has to learn from the ministry of God. ദൈവത്തിന്റെ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിന്ന് ആധുനിക സമൂഹവും സഭയും പഠിക്കേണ്ടുന്ന ഒരു ചുവരെഴുത്താണ്. Today we are remembering the healing of a paralytic. തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചുള്ള സവിസ്തമായ വിവരണമാണ് ശുദ്ധമുള്ള 3 സുവിശേഷങ്ങളുണ്ട്. വായിച്ചു കേട്ട ഭാഗം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗം. വാസ്തവത്തിൽ 2 കാര്യങ്ങൾ വളരെ കമ്പിവാക്കി ഞാൻ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുക. The first and foremost, in this particular gospel passage, he introduces a house. And that house situated in the land of Capernaum. And as we all know, the Capernaum was the headquarters of Jesus' ministry. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ headquarters ആയിരുന്നു ചോദിച്ചാൽ കപ്പർനഹൂമായിരുന്നു. കപ്പർനഹൂമിലെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, മെയിൻ ഓഫീസ് ഉണ്ടായിരുന്നു. ഏതായിരുന്നു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീടായിരുന്നു. Whose house was that? That house of Saint Peter. പത്രോസിന്റെ വീടായിരുന്നു. That was the house of Saint Peter. And there was the location, chief location of his ministry. And I would like to bring to your attention to that particular house. It's not an appealing mansion type, വലിയ കൊട്ടാര സദൃശ്യമായ വീടായിരുന്നില്ല. There was no architect beauty for that house. There is no historical evidence for that house. But still, lot of people have been attracted towards that house. ഈ കൊച്ചു വീട് പോയി കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഹോളി ലാൻഡ് സന്ദർശിക്കുന്ന നിങ്ങളെ വീട് കാണാൻ സാധിക്കും. ഈ വീടിന്റെ മുകളിലായിട്ട് പില്ലേഴ്സ് ഉയർത്തിയിട്ട് erected beautiful church there now. But still the physical remains of that old house is still there. That's the people used to say, we don't know exactly what it is. But still we can see the physical remains there. ഈ കൊച്ചു വീട്, lot of people have been attracted towards it. ഇതിന്റെ പാകൃതി കൊണ്ടോ പ്രകൃതി കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആർക്കിടെക്ട് ബ്യൂട്ടി കൊണ്ടോ വലിപ്പം കൊണ്ടോ ചരിത്ര പ്രാധാന്യം കൊണ്ടോ ഒന്നുമല്ല, സ്റ്റിൽ ആളുകൾ ആകർഷിക്കപ്പെട്ടു. The greatest challenge and the question I would like to raise is nothing but, do our houses have been attracted by anybody? Within bracket, മക്കള് വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് ഇഷ്ടപ്പെടാൻ വരുന്നുണ്ടോ? അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണം, വിളിച്ചു ചോദിക്കണോ അല്ലേ? മേക്ക് ഷുവർ ആകണം. This house was attracted by everybody. ആർക്കും കടന്നിയല്ലാവും, ഏത് സമയത്തും കടന്നിയല്ലാവും ഒരു വീടാണ്. We have to ask some questions. ആർക്കും സന്തോഷത്തോടെ ഒരു ഔപചാരികതയുമില്ലാതെ കടന്നു വരാനായിട്ട് തുറക്കപ്പെട്ടൊരു വീടാണ് അതിൻ്റെത്. ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയാം, വർക്ക് സ്കെഡ്യൂളും ഹെക്ടിക് സ്കെഡ്യൂളൊക്കെയാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ വീടുകളിൽ ആർക്കെങ്കിലും ഒക്കെ ആശ്വാസത്തിന്റെ സാന്ത്വനത്തിന്റെ അനുഗ്രഹം ലഭിക്കാനിടയുണ്ടോ? The very reason for this house of being attracted by Lord is none other than the presence of God. ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. This house was a Christocentric house. ക്രിസ്തു കേന്ദ്രീകൃതം, തമ്പുരാന്റെ സാന്നിധ്യമാണ് എല്ലാവരും ആകർഷിക്കപ്പെട്ടത്. നമ്മുടെ വീടുകളിൽ ഈ പരിശുദ്ധ നോമ്പിൽ ആത്മപരിശോധന ചെയ്യപ്പെടട്ടെ. എൻ്റെ വീട്ടിൽ എൻ്റെ യേശുവിന്റെ സാന്നിധ്യമുണ്ടോ?
How can we make sure that our house having the presence of Christ, ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ എങ്ങനെയാ സാധിക്കുക? അത് തിരിച്ചറിയാൻ സാധിക്കും, വളരെ സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ആ വീട് ഒരു ദിവസം പോലും പ്രാർത്ഥനയില്ലാതെ കടന്നു പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എത്ര വീടുകൾ ആ കാറ്റഗറിയിൽ പെടുന്നു. ഒന്നിച്ചു പ്രാർത്ഥിക്കാതെ ഒരു ദിവസം പോലും അങ്ങനെയുള്ള വീടുകൾ കടന്നു പോകാൻ സാധിക്കുകയില്ല. ഒരു ദിവസം പോലും തിരുവചനം തുറക്കപ്പെടാതെ ആ വീടിന് കടന്നു പോകാൻ സാധിക്കുകയില്ല. ഒരു ദിവസം പോലും ആരെയും മുറിവേൽപ്പിക്കപ്പെടാതെ ആ വീടിന് കടന്നു പോകാൻ സാധിക്കില്ല. മുറിവേൽപ്പിക്കപ്പെടുന്ന ആ നമ്മുടെ വീടുകളൊക്കെ അങ്ങനെ ഞാൻ തിരിച്ചാ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നിട്ട് ഒരു ദിവസം പോലും ആരെയും മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വീടുകൾ. ഒരാൾക്കെങ്കിലും ഹീലിംഗ് ലഭിക്കാൻ സാധിക്കണം വീടുകളിൽ. ഇങ്ങനെയൊക്കെ ദീസ് ആർ സം ഓഫ് ദി സ്പെസിഫിക് ടിപ്പിക്കൽ മോഡൽ ഹൗസസ്. One can make sure that the presence of Christ is there. If your house is having the presence of Christ, he can make sure definitely prayer should be there. And you don't raise the children there, whether their house is having prayer or not. They are innocent heart, definitely they may raise their hands. We have to make sure that we do have Bible reading every day. Make sure that we do have a healing there at home. ആരെങ്കിലും തമ്മിൽ മാനസിക അനൈക്യമുണ്ടെങ്കിൽ അതിന് സാന്ത്വനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുക. And these were some of the typical example of this home at Capernaum. And just see, these paralytic men have been taken by 4 people to this house. And the lot of crowd was there, lot of people around the room, around the even nobody can enter into the house. The lot of crowd was there. What the people did, you know, we see that they taken off the roof of that house. വീടിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റിയിട്ട് അതിലേക്ക് ഇറക്കി. ഇതൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാകില്ല, അന്നത്തെ വീടുകളുടെ രീതികൾ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള വല്ല അബദ്ധം കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത പുകലുണ്ടായില്ലേ നമ്മുടെ ആളുകളില്ലേ, വീട് പൊളിക്കാൻ വന്നു പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ 911 വിളിച്ച് പോലീസിനെ ഏൽപ്പിച്ചേ. ഇവിടെ എന്ത് നഷ്ടങ്ങൾ വന്നോട്ടെ, കഷ്ടങ്ങൾ വന്നോട്ടെ, ഇസ് നോ പ്രോബ്ലം. ജീസസ് ഈസ് വിത്ത് മീ. എന്നോട് യേശു ഉണ്ട്. കഷ്ടങ്ങളും നഷ്ടങ്ങളും യേശു ഉള്ളിടത്ത് വരത്തില്ലെന്ന് എങ്ങും പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും യേശു കൂടുണ്ടെന്നുള്ള ബോധ്യം. Problems will be there, troubles will be there, hard time will be there, quite natural. But there will be a way for all your agony. നിന്റെ ദുഃഖങ്ങൾക്ക്, നിന്റെ നെടുവീർപ്പുകൾക്ക് ഒരു സാന്ത്വന സ്പർശമായി നിന്നോടൊപ്പം ക്രിസ്തു ഉണ്ടാവും. തിരിച്ചറിയാൻ സാധിക്കണം. So this is the first and foremost challenge. Make sure that our house does have the presence of God. ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഉറപ്പുവരുത്തുക, എല്ലാ ദിവസവും പ്രാർത്ഥനയില്ലാതെ കടന്നു പോകരുത്, വേദപാരായണമില്ലാതെ കടന്നു പോകരുത്, സ്നേഹ സാന്ത്വന സ്പർശമില്ലാതെ കടന്നു പോകരുത്. ആരെങ്കിലും തമ്മിൽ എന്തിന് പരസ്പരം ജീവിത പങ്കാളി, മക്കൾ ഒക്കെ തമ്മിൽ എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ മുഖം കുറിപ്പിച്ച് സ്നേഹമില്ലായ്മയുടെയല്ല, സ്നേഹത്തിന്റെ കൂട്ടായ്മ തിരുമാൻ സാധിക്കണം. The second thing we see, this paralytic man was really helpless. He cannot stand, he cannot say anything, he cannot act, he cannot respond. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ തരുണത്തിൽ the Bible says that somebody came for his help. Who was that? 4 people. അവന്റെ കൂട്ടുകാരൻ, ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ പാരലിറ്റിക് ആകുന്നതിന് മുമ്പ് അവന്റെ സൗഹൃദത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് സെക്കൻഡ് തോട്ട് ഐ വുഡ് ലൈക്ക് ടു അണ്ടർലൈൻ ഈസ് നത്തിങ് ബട്ട് ടെൽ മീ ഹു ഈസ് യുവർ ഫ്രണ്ട്, ഐ വിൽ ടെൽ യു യുവർ ക്യാരക്ടർ. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവം എന്താണെന്ന് പറയാം. ഈ മനുഷ്യന്റെ വാസ്തവത്തിൽ കൂട്ടുകാരൻ എന്ന് പറയുന്നത് നല്ല സ്നേഹമുള്ളവരായിരുന്നു. അവന്റെ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ അവനെ കൈപിടിച്ച് നടത്തുന്നവരായിരുന്നു. നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ള ആളുകളാണ്? നിനക്ക് ക്ലേശങ്ങൾ വരുമ്പോൾ, നിനക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, ദോഷങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, അപജയങ്ങൾ വരുമ്പോൾ അതിനെ ആഘോഷമാക്കുന്നവരാണോ? അതിന് പരിഹാരം കണ്ടെത്തുവാൻ ആത്മാർത്ഥതയോട് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ഒരുപക്ഷെ ഒരു കൈസഹായം ചെയ്യാൻ കഴിയുന്നവരാണോ നിന്റെ കൂട്ടുകാരൻ?
This is a major question. Even today, it is more relevant. ഇവിടെ ഈ ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യാൻ പാവായിരുന്നു, പക്ഷെ അവരതല്ല നോക്കിയത്. ഇവൻ എന്തെങ്കിലും they were anxiously looking a chance to get healing for this paralytic friend. ഈ തളർവാദ രോഗിയായ സഹോദരന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സാന്ത്വന സ്പർശം കിട്ടാൻ ഇടയുണ്ടോ? ഇതായിരുന്നു അവരുടെ ആഗ്രഹം. നമ്മളൊക്കെ അങ്ങനെയാണോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം, ഒരു പക്ഷേങ്കിൽ യു ആർ നോട്ട് എക്സ്പെക്ടിങ് എനി ഫിസിക്കൽ ഹെൽപ്പ്, അറ്റ്ലീസ്റ്റ് ക്യാൻ യു സിൻസിയർലി പ്രേ ഫോർ ദം? ആത്മാർത്ഥമായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ദിസ് എ മേജർ ക്വസ്റ്റ്യൻ. എനിക്ക് എൻ്റെ സഹോദരന്, എൻ്റെ കൂട്ടുകാരന് ഒരു നല്ല സ്നേഹിതനായിരിക്കാൻ, നല്ല സ്നേഹിതൻ, വാട്ട്സ് എ ക്വാളിറ്റി ഓഫ് എ ബെസ്റ്റ് ഫ്രണ്ട്? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ്. ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ്. നിന്റെ ആവശ്യത്തിൽ നിന്നെ സഹായിക്കുന്നവൻ, നിന്റെ ക്ലേശങ്ങളിൽ നിന്നെ സഹായിക്കുന്നവൻ, നിന്റെ രോഗത്തിൽ നിനക്ക് സാന്ത്വനം തരുന്നവൻ, നിന്റെ അപജയങ്ങളിൽ നിന്നെ ആക്ഷേപിക്കാതെ നിന്നെ കൈപിടിച്ചുയർത്താൻ കഴിയുന്നവൻ, അതിന്റെ സ്നേഹിതൻ. രണ്ട് ചോദ്യങ്ങൾ. നിനക്ക് അങ്ങനെയുള്ളൊരു നല്ല സ്നേഹിതനായി തീരാൻ സാധിക്കുമോ? രണ്ടാം, നീ നല്ല സമയങ്ങളിൽ അങ്ങനെയുള്ള സ്നേഹിതനെയാണോ നേടിയിട്ടുള്ളത്? അങ്ങനെയുള്ള സ്നേഹിതനെ നേടിയെങ്കിൽ മാത്രമേ ആ സ്നേഹിതർ നിനക്ക് വേണ്ടി നിൽക്കുകയുള്ളൂ. നമ്മുടെ സ്നേഹിതനെ സമ്പാദിക്കുമ്പോൾ മേക്ക് ഷുവർ വി ആർ ചൂസിങ് ഗുഡ് ഫ്രണ്ട്സ് ഓൾവേസ്. ഇതുകൊണ്ട് കോളേജിലൊക്കെ ഐ എം ടെല്ലിങ് മൈ യങ്ങർ ഫ്രണ്ട്സ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാവിംഗ് ക്ലോസ് കോൺടാക്ട് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. ഇഫ് യുവർ ഫ്രണ്ട് ഈസ് ഗുഡ്, യു ഓൾസോ ബിക്കം ഗുഡ്. നാട്ടിൽ പറയും മുല്ലപ്പൂ പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ട് സൗരഭ്യം. If you are coming close with a naughty bad boy or girl, you will be in danger. But if you are close relation with a good man, good boy or a good girl, definitely your future will be safe and comfortable. അതിനെ സഹായിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ സൗഹൃദം ഉറപ്പുവരുത്താൻ സാധിക്കുക. Make sure that you are having good friends with you. And moreover that, make sure that you are a good friend for your neighbor and your relatives. Let me conclude my words. The house of Capernaum raises a couple of challenges. The first and foremost, make sure, do we have the presence of God in our house? Second one, am I a good friend for my relative, my friends, so that എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും, എനിക്ക് ഞാൻ സഹായിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തായിട്ട് തീരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ആരുടെയും ഒരു സാന്ത്വനം, വേദനയൊപ്പാൻ, കണ്ണുനീരൊപ്പാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹിതനാണോ ഞാൻ? ഈ 4 പേർ സ്വയം പരിത്യജിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈ തളർവാദ രോഗിയെ പൊക്കിയെടുത്തുകൊണ്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് പോയതുകൊണ്ട് ഒരുത്തരെയെങ്കിലും, ഒരു കട്ടിലിന്റെ ഒരു കാലിനെങ്കിലും ഒരു കൈത്താങ് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നിന്നെ കൊണ്ട് തന്നെ പറ്റുകയില്ല. For you alone may not be possible, but at least you can be a part of it. ഒരു ഭാഗമായി ഇത് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു വാക്കുകൊണ്ട് സാധിക്കുന്നുണ്ടോ? These are some of the challenges coming up through this particular gospel passage. Let Holy Spirit lead us to the right path to take up this challenge in a positive way, and please not during this Lenten season. God bless you.